എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മിക്സഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം കാബേജ്, കുറച്ച് പച്ച ഗ്രീൻ പീസ്, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതിലേക്ക് ഇട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതില്ലാത്തവർക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കി അതിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ക്യാരറ്റും അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിലാവുമ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പറ്റും. മിക്സിയിലാകുമ്പം കുറച്ചായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി കാബേജ് തോരന് ഇഞ്ചി കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആ കാബേജിൻ്റെ ഒരു സ്മെല്ലുണ്ടാകുകയില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാകും. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സൈഡിലുള്ള 1-2 പീസ് മാത്രമേ പൊടിയാതെ ഉള്ളൂ. അത് ഇനി തേങ്ങയെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ കറക്കി എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർക്കാം. ഒന്നും കൂടി കറക്കിയെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കടുകൊന്ന് പൊട്ടണം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ പച്ച ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ചെറുതായിട്ട് പൊടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പച്ച ഗ്രീൻ പീസിനും അധികം വേവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. പച്ച ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് അതൊന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ സദ്യകൾക്കെല്ലാം ഇങ്ങനെയാണ് ഒരു കാബേജും ക്യാരറ്റും ബീൻസും കൂടെ തോരൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് വെന്തോന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാതെ നല്ലപോലെ വരട്ടിയെടുക്കണം. സാധാരണ പണ്ടെല്ലാം ഈ അടുപ്പത്ത് വെച്ചിട്ട് ഇരുമ്പ് ചട്ടിയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയില ചേർക്കുമ്പോൾ അതിന് തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.